ഹലോ സെൽ സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് മൈക്രോമാക്സ് Q300ൻ്റെ ഡിസ്പ്ലേ ലൈറ്റ് വർക്ക് ചെയ്യാത്ത കംപ്ലൈൻറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഡിസ്പ്ലേ ലൈറ്റ് എന്തുകൊണ്ടൊക്കെ വർക്ക് ചെയ്യാതെ വരാം, അതിനെന്തൊക്കെയാണ് സൊല്യൂഷൻസ്, ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ പിന്നെ വേറൊരു കേസ് പറയാനുള്ളത്, ഈ സ്പെയറുകളെല്ലാം ഞാൻ പറയുന്ന സ്പെയറുകളെല്ലാം കംപ്ലൈൻറ്റോ ഡാമേജോ ആയാലും ലൈറ്റ് വരുത്താനായിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ലൈറ്റ് ചിപ്പെന്നും പറഞ്ഞുകൊണ്ടില്ല, യൂണിവേഴ്സൽ ലൈറ്റ് IC ചിപ്പ് വാങ്ങിക്കാൻ കിട്ടും. ആ ചിപ്പ് വാങ്ങിച്ചു നിങ്ങൾ 2-3 കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ സർക്യൂട്ട് ഇല്ലാതെ തന്നെ വേറൊരു സർക്യൂട്ട് പുതുത് വെക്കുന്നു. അങ്ങനെ ഒരു പരിപാടിയുണ്ട്. അതിന് നിങ്ങൾ ഈ വീഡിയോ അതിനുശേഷം നിങ്ങൾ ചാനലിൽ പോയിട്ട് നിങ്ങൾ യൂണിവേഴ്സൽ ലൈറ്റ് IC ചിപ്പ് എന്നും പറഞ്ഞുകൊണ്ട് ഇട്ടേക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, ഈ ചാനലിൽ തന്നെ ഉണ്ട്, അത് നോക്കിയാൽ മതിയാവും. ഹലോ, നമുക്കപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് ഇതിൻ്റെ ലൈറ്റ് സെക്ഷന്. ഈ മെമ്മറി കാർഡിൻ്റെ താഴെ ഇരിക്കുന്ന ഭാഗങ്ങളാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു റെഗുലേറ്ററും ഒരു കോയിലും ഒരു ഡയോഡും ഇരിക്കുന്നത്, പിന്നെ 2 കപ്പാസിറ്റർ. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻസ് പോകുന്നത് ഈ ഡിസ്പ്ലേ ലൈനിൻ്റെ ഈ മുകളിലുള്ള ഭാഗങ്ങളിലെ മുകളിലുള്ള ലെഗുകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ എവിടെയെങ്കിലും ക്ലീൻ അല്ലാതെ ഇരിപ്പുണ്ടോ, ഫംഗസ് പിടിച്ച് പ്രിൻ്റ് പോയിട്ടുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഈ ഡിസ്പ്ലേയുടെ ഈ കണക്ടർ, ഇത് കണക്ടർ മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കണക്ടറിൻ്റെ ഈ മുകളിൽ ഭാഗത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കണം, വളരെ ശ്രദ്ധിച്ച് നോക്കണം. അഥവാ പ്രിൻ്റ് പോയിട്ടുണ്ടെന്നൊരു നിങ്ങൾ ജമ്പർ കറക്റ്റായിട്ടൊരു ജമ്പർ ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ കണക്ഷൻസ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, തൊട്ട് താഴേക്കാണ് പോകുന്നത്. അപ്പോൾ ഏതെങ്കിലും പ്രിൻ്റ് ബ്രേക്ക് ആയിട്ടുണ്ടെന്നൊരു, അല്ലെങ്കിൽ ചില കേസുകളിൽ ഫംഗസൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്യുക. ജമ്പർ കൊടുക്കുന്നതാണെങ്കിൽ ജമ്പർ കൊടുക്കുക. പിന്നെ വോൾട്ടേജ് ചെക്ക് ചെയ്യാനായിട്ട് പിന്നെ ഈ ആദ്യം അഴിച്ച് ഈ കപ്പാസിറ്ററിൻ്റെ അടിയിലേക്ക് പോസിറ്റീവ് വോൾട്ടേജാണ് വരുന്നത്, ഈ കപ്പാസിറ്ററിൻ്റെ മുകളിലേക്കും പോസിറ്റീവ് വോൾട്ടേജാണ് കാണുന്നത്. അത് ഈ ബാറ്ററി കോണ്ടാക്റ്റിൻ്റെ ഈ വോൾട്ടേജ് പോസിറ്റീവ് എത്ര കാണിക്കുന്നോ ആ വോൾട്ടേജ് ഇവിടെയും കാണിക്കണം. അത് ഈ റെഗുലേറ്റർ കോയിൽ വഴിയാണ് ഇത് ബൂസ്റ്റ് ആക്കിയിട്ട് ആവശ്യമുള്ള ഡിസ്പ്ലേയുടെ വോൾട്ടേജ് ആക്കുന്നത്. അപ്പോൾ ആ കോയിൽ പോയിട്ടുണ്ടെന്നൊരിൽ ഡിസ്പ്ലേ ലൈറ്റ് കത്തത്തില്ല. അപ്പോൾ കോയിലിന് നിങ്ങൾ എടുത്ത് വെച്ചേച്ച് നിങ്ങൾ കണ്ടിന്യൂറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. കോയിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു കോയിലിട്ട് നിങ്ങൾക്കത് ശരിയാക്കാവുന്നതാണ്. ഈ മൈക്രോമാക്സിൻ്റെ കുറേ മോഡലുകൾക്ക് ഇതേ സെയിം ലൈറ്റ് സർക്യൂട്ട് തന്നെയാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കോയിൽ ഏതെങ്കിലും ഒരു മൈക്രോമാക്സിൻ്റെ സെറ്റിൽ നിന്ന് എടുത്ത് അഴിച്ചിടാവുന്നതാണ്. പിന്നെ ഈ ഡയോഡ് പോയിട്ടുണ്ടോ എന്ന് നോക്കണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചെക്ക് ചെയ്യേണ്ടത്. ഈ കപ്പാസിറ്റർ രണ്ടും ഷോർട്ട് ആയിട്ടില്ലെന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ലൈറ്റിൻ്റെ കാര്യങ്ങൾ വരുന്നത്. കപ്പാസിറ്റർ ഷോർട്ടാണെന്നൊരിൽ വരും, ഈ ഭാഗത്തുള്ള ചെറിയ കമ്പോണൻസിൻ്റെ ഒക്കെ വരും. അപ്പോൾ ഇത്രയും ഭാഗത്തെ വരത്തുള്ളൂ. വോൾട്ടേജ് ഇവിടെ വരുന്നുണ്ടെന്നൊരിൽ, ബാറ്ററി കോണ്ടാക്റ്റിൽ നിന്നുള്ള വോൾട്ടേജ് വരുന്നുണ്ടെന്നൊരിൽ. പിന്നെ ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങളാണ്, ഈ കോയിലിൻ്റെ ഇങ്ങോട്ട് കറണ്ട് വരുന്നുണ്ടോ എന്ന് നോക്കണം അപ്പുറത്തെ സൈഡിൽ. പിന്നെ കോയിലിൻ്റെ ഇവിടുന്ന് കണക്ഷൻ പോകുന്നുണ്ടോ എന്ന് നോക്കണം. ഏതാണ് ബ്രേക്ക് അയക്കുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് ജമ്പർ എടുത്ത് കൊടുക്കാവുന്നതാണ്. എവിടവും ബ്രേക്ക് ആവുന്നതാണ്, കോയിലിൻ്റെ ഇപ്പുറത്തെ സൈഡും അപ്പുറത്തെ സൈഡും ബ്രേക്ക് ആവാവുന്നതാണ്. അപ്പോൾ അതാണെന്നൊരിൽ അങ്ങനെ എടുത്തു കൊടുക്കുക. അതിന് മുന്നേ നിങ്ങൾ ഈ കണക്ടർ സ്റ്റോവിന് ഇതിനകം ഒന്ന് ക്ലീൻ ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആ ഡിസ്പ്ലേയിലുള്ള കണക്ടർ, ആ കണക്ടർ ഒന്ന് ചെക്ക് ചെയ്തേക്കുക. ഇത്തരം കേസുകളിൽ നിങ്ങൾക്ക് ഡിസ്പ്ലേയുടെ ലൈറ്റ് കിട്ടുന്നതാണ്. അഥവാ നിങ്ങൾക്ക് ഇവിടെ വോൾട്ടേജ് വരുന്നില്ലെന്നൊരിൽ ഈ കപ്പാസിറ്ററിൻ്റെ മുകളിൽ ഭാഗത്തേക്കും ഈ കപ്പാസിറ്ററിൻ്റെ അടിഭാഗത്തേക്കുമാണ് വരുന്നത്. നിങ്ങൾ മൾട്ടിമീറ്റർ വെച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. ഒരു ലൈൻ എർത്തായിരിക്കും, ഒരു ലൈനായിരിക്കും പോസിറ്റീവ്. അങ്ങോട്ട് വോൾട്ടേജ് വരണം. നിങ്ങൾ വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങോട്ട് വോൾട്ടേജ് വരുന്നില്ലെങ്കിൽ അങ്ങോട്ട് വോൾട്ടേജ് കൊണ്ടുവരിക. അങ്ങോട്ട് വോൾട്ടേജ് കൊണ്ടുവന്നാൽ തന്നെ
ഇതിന് വർക്ക് ചെയ്യാനുള്ള ഈ സർക്യൂട്ട് വർക്ക് ചെയ്യാനുള്ള വോൾട്ടേജ് ആകും. പിന്നെ സർക്യൂട്ടിലുള്ള കംപ്ലൈൻറ്റുകളാണ്. സർക്യൂട്ടിൽ ഇത്ര സ്പെയറുകളാണുള്ളത്, ഏത് സ്പെയറാണ് വർക്കാകാത്തത് അല്ലെന്നൊരു അതിന് കണക്ഷൻ കിട്ടാത്തത് അത് നോക്കി നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മൊബൈലിൽ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഒരു പുത്തൻ കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.